നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരമാവധി പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണേ. മാക്സിമം പേരിലേക്കൊന്ന് ഷെയർ ചെയ്യണേ. ഞാൻ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ പറയാറില്ലല്ലോ സാധാരണ. കാരണം ഇന്നലെ ഞാൻ ചിന്തിക്കുകയാണ്, ഓരോ മനുഷ്യനും ഓരോ ദിവസവും എന്തൊക്കെ സർക്കസ് കാണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സത്യമല്ലേ? ഒരു സർക്കസ് കൂടാരത്തിൽ അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളെ പോലെ എന്തൊക്കെ ചെയ്താലാണ് മുന്നോട്ട് നമുക്കൊന്ന് ജീവിക്കാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ചില ദിവസങ്ങൾ നഷ്ടങ്ങളുടേത് മാത്രമാണ്. ചിലപ്പോൾ 50 രൂപയുടെ ലാഭത്തിന് വേണ്ടി 500 രൂപ ചിലവാകുന്ന ദിവസങ്ങൾ, ചില ദിവസങ്ങളാണെങ്കിൽ മനസമാധാനക്കേടിൻ്റേത് മാത്രം അല്ലേ. എത്ര നമ്മൾ ശ്രമിച്ചാലും ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും, പക്ഷേ അത് പറയേണ്ടതായിരുന്നല്ലോ, പറയാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചില ദിവസങ്ങളിൽ അത് പറയരുതായിരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു പോയല്ലോ. ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണെങ്കിലും ചില്ലറ കള്ളങ്ങൾ പറയേണ്ടി വരും. ചിലടത്ത് നമ്മൾ അഭിനയിക്കേണ്ടി വരും. മനസമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പല സമയത്തും നമ്മൾ അഭിനയിക്കാറൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നന്മ, നമുക്ക് മനസ്സിലുണ്ടായിരുന്ന ആ നന്മയുടെ അളവ് കുറയുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തി ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചെയ്യേണ്ട ഒരു നീതിയാണത്. അതിന് വലിയ വലിയ മെഡിക്കൽ ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ കാര്യത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ, നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട് എന്നാണ് അതിനർത്ഥം. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചു കുട്ടികളുടെ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ. കുറേ ജീവിത പാഠങ്ങൾ അവർ തരുന്നുണ്ട്. അത് ആദ്യം ഒന്നൊന്നായി നമുക്ക് കണ്ടുവരാം. എന്തെങ്കിലും വിട്ടുകൊടുക്കുക, പ്രത്യേകിച്ച് നമ്മൾ അധ്വാനിച്ച് നേടിയതോ നമുക്ക് അർഹതപ്പെട്ടതോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്നത് മനുഷ്യരാൽ, മുതിർന്നവരാൽ, ഒരുവിധപ്പെട്ടവരാൽ അസാധ്യമായ കാര്യമാണ്. ആ കൊച്ചുകുട്ടി ചെയ്ത പ്രവൃത്തി എത്ര വലുതാണെന്ന് ഒരുപക്ഷെ അതിനറിയില്ല. തൻ്റെ സുഹൃത്ത് തൻ്റെ പിന്നാലെ ഓടി വരുന്നു, അതിന് ആ കസേര കിട്ടാതെ വരുമ്പോൾ മനസ്സിന് വിഷമമുണ്ടാകുമല്ലോ. അപ്പോൾ മാറി നിന്ന് കൊടുക്കുകയാണ്. നീ ഇരുന്നോടാ. വിട്ടുകൊടുക്കലാണ് അല്ലേ അർഹതപ്പെട്ടത്, നേടിയെടുത്തത്. അതിനോടൊപ്പം തന്നെ അവൻ്റെ ആ നന്മയെ അംഗീകരിക്കാൻ ആ അധ്യാപിക കാണിച്ച മനസ്സിനെയും നമ്മൾ അഭിനന്ദിക്കണം. ഇതിൽ നിന്ന് വലിയൊരു പാഠമല്ലേ നമ്മൾ പഠിക്കുന്നത്? എത്ര ചേർത്ത് വെച്ചാലും എത്ര സമ്പാദിച്ചാലും നമുക്ക് തികയാത്ത സമയം അല്ലേ? നമ്മുടേതായിട്ടുള്ള ഒന്നിനെ എന്നല്ല, ഒരാളുടെ കയ്യിലിരിക്കുന്നതിനെ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. അവൻ മത്സരം തീരുന്നതിന് മുൻപേ ജയിച്ചവനായി എന്നാണ് ആ വീഡിയോയിൽ കണ്ട പല കമൻറ്റുകളും. സത്യമല്ലേ? അവൻ വിജയിച്ചു കഴിഞ്ഞു. ആ കുട്ടിയെ വളർത്തിയ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നവരുണ്ട്. ആ കുട്ടി ചെയ്ത വലിയ നന്മയെ അഭിനന്ദിക്കുന്ന ആളുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ പാഠമാണ് ആ കുട്ടി തന്നത്. അതുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ചില സമയങ്ങളിൽ വിട്ടുകൊടുക്കുന്നതും വിജയമാണ്. വിട്ടുകൊടുക്കുന്നതാണ് ചില സമയങ്ങളിൽ വിജയം എന്ന് നമ്മൾ തിരിച്ചറിയണം. നിസ്സാരം ചില തർക്കങ്ങളിൽ പോലും നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന് ഒരു പോയിന്റിൽ നമുക്ക് തിരിച്ചറിവുണ്ടായാൽ പോലും വിട്ടുകൊടുക്കാതെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. തോറ്റുകൊടുക്കില്ല. ആ ഒരു ചിന്ത നല്ലതാണ്. ജീവിതത്തിൽ തോറ്റുകൊടുക്കില്ല എന്ന ചിന്ത വേണം. പക്ഷേ അതൊരിക്കലും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളോടാകരുത്. ആശ്രയിക്കുക എന്നാൽ സ്നേഹത്തിന് വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയോ ആഹാരത്തിന് വേണ്ടിയോ ഒക്കെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ കാണും. അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിനോ ഒരു വാക്കിനോ വേണ്ടി, ഒരു നല്ല വാക്കിനോ വേണ്ടി നമ്മളെ ആശ്രയിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ അറുത്തുമുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. ഞാനൊന്ന് മൗനം പാലിച്ചാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് വിട്ടുകൊടുത്താൽ എനിക്ക് എന്ത് നഷ്ടമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഒരുപക്ഷെ വലിയ വലിയ നഷ്ടങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാം. ഈ വീഡിയോ കണ്ടോ? 1-ാം സ്ഥാനക്കാരൻ 2, 3, 4 സ്ഥാനക്കാരെ ആ 1-ാമത്തെ പൊസിഷനിൽ താൻ നിൽക്കുന്ന ഇടത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തുകയാണ്. അവിടെ നിൽക്കുമ്പോൾ മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം അത് ചെറുതല്ല. തനിക്ക് കിട്ടിയ 1-ാം സ്ഥാനത്തേക്ക് അവരെയും കൂടെ ക്ഷണിച്ചു നിർത്തി ആ സന്തോഷം പങ്കിടാൻ ആ കുട്ടി കാണിച്ച മനസ്സും ഒട്ടും ചെറുതല്ല.
വലിയ രീതിയിലുള്ള മത്സരമാണ് ഓരോ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് നടക്കുന്നത്, അല്ലേ? എല്ലാവരും കടുത്ത മത്സരത്തിലാണ്. മത്സരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളോട് തന്നെ മത്സരിച്ചു കൊണ്ടേയിരിക്കുക. ഇന്നലെ ഞാൻ എന്തായിരുന്നോ അതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് ഇന്ന് എനിക്ക് എത്താൻ കഴിയണം. ഞാൻ എന്നോട് തന്നെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ, നമ്മുടെ അതേ ഫീൽഡിലുള്ള മറ്റൊരാൾ, അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രായത്തിലുള്ള ഒരാൾ, അവർ നമ്മളെക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുകയാണ്, അവർ വളരുകയാണെന്ന് കാണുമ്പോൾ അവനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണം, അവനെ എങ്ങനെങ്കിലും താഴെ വീഴിക്കണം. ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതായിരിക്കും നമുക്കായി തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നല്ലതേ വരൂ, മോശം വരാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ മത്സരബുദ്ധി എന്ന് പറയുന്ന സാധനം ജീവിത വിജയത്തിലേക്ക് നമ്മൾ പ്രയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്: അവനവനോട് മത്സരിക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വരെ അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല മാർക്ക് വേണം, നല്ല മാർക്ക് വാങ്ങിച്ചേ പറ്റൂ എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതിനോടൊപ്പം ഞാൻ ചിന്തിക്കില്ല അവർക്ക് കിട്ടരുത് എന്ന് ഞാൻ ചിന്തിക്കില്ല. അവർ വാങ്ങിച്ചോട്ടെ, അവരും വാങ്ങിക്കട്ടെ, പക്ഷെ എനിക്ക് വാങ്ങിക്കണം. അങ്ങനെ വേണം നമ്മൾ മത്സരബുദ്ധിയെ കണക്കാക്കാൻ. ഇത് ആരോടാണ് ഇപ്പം അറിയുന്നതല്ലേ? എന്താണ് ഇപ്പം സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു ചടങ്ങിന് നല്ലൊരു സാരി ഉടുത്തുകൊണ്ട് പോയി, അതുപോലെ ഒരു സാരി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് മറ്റൊരാൾ ചെന്ന് ചിലപ്പോൾ ചോദിക്കും ഇത് എവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ പറഞ്ഞു കൊടുക്കാത്ത മനുഷ്യരുണ്ട്. എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് വരാനുള്ളത്, അല്ലേ? എന്തൊരു സ്വഭാവമാണത്. ആ കട പറഞ്ഞു കൊടുത്താൽ അവൾ ഇതുപോലത്തെ വാങ്ങിക്കും, അവൾ ഇതുപോലത്തെ കൊടുക്കും, അത് വേണ്ട. അങ്ങനെയുള്ള ചിന്തയൊന്നും പാടില്ല. ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാട്ടോ. നമുക്ക് ഉള്ളതിൽ നിന്ന് നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കഴിയുന്നത് പങ്കുവയ്ക്കുക, സഹായിക്കാൻ കഴിയുന്നത് സഹായിക്കുക എന്ന പാഠമാണ് അവർ തരുന്നത്. ഞാനീ പറഞ്ഞതുപോലെ ഒരുത്തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വയ്ക്കാമെന്ന് ആലോചിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്ക് ജീവിക്കാൻ മാത്രമാണ് പണം ആവശ്യം. ജീവിക്കാൻ ആവശ്യമായ മറ്റ് കാര്യങ്ങളുടെ ഒപ്പം ആവശ്യമുള്ള മറ്റൊരു ഘടകം, അത് മാത്രമാണ് പണം. നമ്മുടെ ആരോഗ്യം പൂർണ്ണമായും നശിച്ച് നമ്മളൊരു ബെഡിൽ കിടന്നാൽ പണത്തിന് ചെയ്യാൻ പറ്റുന്നതിനും പരിധികളുണ്ട്. എല്ലാം നേരെയാക്കാൻ പണത്തിനാവില്ല. കുറേ കാര്യങ്ങൾ പണത്തിന് ചെയ്യാൻ കഴിയും, പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പണത്തിന് കഴിയില്ല. 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2 രൂപ ഒരാൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ നമ്മളെ കൊണ്ടാവും. അത് നമ്മൾ കൊടുക്കുമ്പോൾ, അത് കൈനീട്ടി വാങ്ങുന്നവൻ്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയോളം മറ്റൊന്നിൽ നിന്നും നമുക്ക് ലഭിക്കില്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിവോടുകൂടി ഒരാളും പറയാതെ ചെയ്യാൻ പ്രായത്തിൻ്റെയോ പക്വതയുടെയോ ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നവരുടെയും ആർത്തുല്ലസിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും ഒക്കെ കാലിന് കീഴേ കിടക്കുന്ന മാലിന്യങ്ങൾ പോലും പെറുക്കിയെടുത്ത് അവിടെ വൃത്തിയാക്കുകയാണ്. ഒരു 3 വയസ്സ് കാണും ആ കുട്ടിക്കല്ലേ. എല്ലാവരും കാര്യങ്ങൾ നാവുകൊണ്ട് ചെയ്യുന്നവരാണ് പരമാവധി പേരും. വൃത്തിയാക്കണം, പരിസരം വൃത്തിയാക്കണം, റോഡിൽ വേസ്റ്റ് ഇടരുത്. ആരും ഇടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ വേസ്റ്റുകളൊക്കെ വരും, അല്ലേ? റോഡിൽ വേസ്റ്റ് ഇടുന്നത് മാത്രമല്ല, മറ്റൊരാളും നമ്മളെ നിർബന്ധിക്കാതെ നോക്കിയും കണ്ടും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. അങ്ങനെ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗുണം നമുക്കുണ്ടാവണം. അപ്പോൾ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയുകയാണ്. അശ്വിൻ എന്ന പേരുള്ള ഒരു സഹോദരൻ എന്നെ ഇമെയിൽ വഴി ബന്ധപ്പെട്ടിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് അദ്ദേഹം. പക്ഷേ ഭിന്നശേഷിക്കാരായ ആളുകൾ ഉണ്ടാക്കി വിൽക്കുന്ന പേപ്പർ പേനകൾ വാങ്ങിച്ച് അത് മാർക്കറ്റ് ചെയ്ത് അവരെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പക്കൽ നിന്ന് ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ, ഫ്രീ ആയിട്ട് വാങ്ങിച്ചതല്ല. 25 ഇങ്ങനത്തെ പേപ്പർ പേനകളുള്ള ഒരു സെറ്റ് ഇങ്ങനെ വരും. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേനകളാണ്, നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ്. അവർക്കൊന്നും വലിയ വലിയ ശാരീരിക അധ്വാനമുള്ള ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 300 രൂപയാണ് 25 പേനയുള്ള ഒരു സെറ്റിൻ്റെ വില. ആവശ്യമുള്ള ആളുകൾ വാങ്ങിക്കണം. അവരാരുടെ ഔദാര്യത്തിന് വേണ്ടി പോകുന്നില്ലല്ലോ.
നന്മയുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അശ്വിൻ എന്ന ആ ഒരു സഹോദരൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെടുക. പരമാവധി വോയിസ് മെസ്സേജ് അയയ്ക്കുക. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. ആവശ്യമുള്ളവർ വാങ്ങുക. ഒരുപാട് ബാങ്കുകളൊക്കെ അവരെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട് എന്നറിയുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ ധന്യയായി. നമസ്കാരം.